നമുക്കിന്ന് നല്ലൊരു കോട്ടയം സ്റ്റൈൽ മീൻ കറി വെക്കാവേ. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് 1 കിലോ മീനുള്ള മീൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഞാനിവിടെ കാണിക്കുന്നത്. വെളുത്തുള്ളി, ഒരു ചെറിയ വെളുത്തുള്ളി, അത് കാരണം ഒരു 10-12 എണ്ണം ചതച്ച് വെച്ചേക്കുന്നതാണ്. 3 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, പുളി ഒരു 4-5 കഷ്ണം. ചില പുളിക്കൊക്കെ ഭയങ്കര പുളിയായിരിക്കും, അങ്ങനെയാണെങ്കിൽ കുറച്ച് നിങ്ങളുടെ പുളിക്ക് ആവശ്യമായിട്ടുള്ള പുളി ഇടുക കേട്ടോ. പിന്നെ കറിവേപ്പില. പിന്നെ പൊടികൾക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 3/4 ടേബിൾ സ്പൂണ് മറ്റേ എരിവുള്ള നല്ല പൗഡർ, ചില്ലി പൗഡർ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഞാൻ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഒരു നുള്ള് കായപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. ഒരു നുള്ള്, ഒത്തിരി ഇട്ടാൽ കഴിച്ചു പോകും കിട്ടും. ഒരു നുള്ള്. ഇത്രയാണ് നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങൾ. ഈ പുളി ഞാൻ എന്നാ ചെയ്യുന്നറിയോ? ഈ പുളി ഇതുപോലൊരു ബൗളിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ പുളി കഷ്ണം ഞാൻ ഇതിനകത്തോട്ടിട്ട് ഇത് നന്നായിട്ട് ഒരു 3-4 മിനിറ്റ് ഞാൻ തിളപ്പിച്ചെടുക്കും. അപ്പോൾ ഈ പുളിക്കകത്ത് ഈ പുളി നന്നായിട്ട് ആ വെള്ളത്തിൽ ഇറങ്ങും. അപ്പം നമ്മുടെ മീൻകറിക്ക് പെട്ടെന്ന് പുളി പിടിക്കാൻ നല്ലതാണ്. സാധാരണ മീൻകറി നമ്മൾ വെക്കുമ്പം ഇന്ന് വെച്ചാൽ നാളെ ആയിരിക്കും ഭയങ്കര ടേസ്റ്റ്, ആ പുളിയും ഉപ്പും എല്ലാം ഇറങ്ങി. ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ പെട്ടെന്ന് ഇത് മീനകത്ത് പുളി പിടിച്ച് നമുക്ക് അന്ന് തന്നെ വേണമെങ്കിലും കഴിക്കുമ്പോൾ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്ത് എണ്ണ ചൂടായി. ഇനിയിപ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് കടുകും കുറച്ച് ഉലുവയും കൂടെ നമുക്ക് ഇട്ടുന്ന് പൊട്ടിക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേന് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണേ. പൊട്ടി വരാൻ 2 മിനിറ്റ് എടുക്കും. അത് പൊട്ടി വരട്ടെ. കണ്ടോ, ഈ ഒരു പാത്രത്തിൽ വെച്ച് ഞാൻ ആ പുളി നന്നായിട്ട് തിളപ്പിച്ച് വെച്ചു ഒരു 2-3 മിനിറ്റ്. അപ്പോഴത്തേനും അതിൻ്റെ പുളിയൊക്കെ ഇറങ്ങി വരും ശരിക്കും. അതുപോലെ തന്നെ ഞാൻ ആ മുളക് പൊടി ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്ത് വെച്ചേക്കുക കേട്ടോ. അതാകുമ്പോൾ നല്ലപോലെ നമുക്ക് പച്ചമണം മാറ്റി വഴറ്റിയെടുക്കാൻ പറ്റും എണ്ണയ്ക്കകത്തിട്ട്. വെറുതെ പൊടി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇച്ചിരി വെള്ളം ഒഴിച്ച് നമ്മളിങ്ങനെ ചെയ്യുന്നത്. കടുക് എല്ലാം പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് വഴറ്റും. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോൾ വേണം നമുക്ക് മുളകിൻ്റെ ആ ഒരു കൂട്ട് ഇതിനകത്തോട്ടിടാൻ. ഇഞ്ചിയും പച്ചമുളകൊക്കെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. സാധാരണ എല്ലാവരും ഇഞ്ചി അരിഞ്ഞാണ് ഇടുന്നത്. ഞാൻ ഇഞ്ചിയും മറ്റേ വെളുത്തുള്ളിയും കൂടെ ചതച്ചാണ് ഇടുന്നത്. എനിക്കതാണ് കുറച്ചും കൂടി ഇഷ്ടം, അതുകൊണ്ടാണ് അങ്ങനെ ഇടുന്നത്. ഇനി ഇതിലേക്ക് മുളക് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണേ. ഞാൻ ആ മുളക് ഇട്ട് നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് ഞാൻ വഴറ്റിയിട്ടുണ്ടേ. അതുകൊണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് ആ പുളി മാത്രം എടുത്ത് ഇതിനകത്തിട്ട് ഒന്ന് വഴറ്റണം. അരപ്പിൻ്റെ കൂടെ ആ പുളിയും കൂടി ഇട്ടൊന്ന് വഴറ്റും. ഒരു മിനിറ്റ് ഒന്ന് വഴന്ന് കഴിയുമ്പോഴത്തേന് നമുക്ക് ആ പുളിയുടെ വെള്ളം ഉണ്ടല്ലോ, നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച ആ വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. അടിയിലത്തെ അങ്ങ് ഒഴിക്കരുത്, ചിലപ്പോൾ കഴുകിയിട്ടാണ് നമ്മൾ പുളിയൊക്കെ എടുക്കുന്നത്, എന്നാലും ഒരു മണ്ണോ വല്ലതും ഉണ്ടെങ്കിലോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം.
കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ച് അരപ്പൊന്ന് നന്നായിട്ടൊന്ന് കലക്കിയുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് എരിവൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഇടേണ്ട കേട്ടോ. ചിലർക്ക് ഇച്ചിരി ഉപ്പ് കൂടുതൽ വേണം, ചിലർക്ക് അധികം ഉപ്പ് വേണ്ട, എരിവ് അതെല്ലാം നമ്മുടെയൊക്കെ ആവശ്യത്തിന്. എന്നാലും ഈ മീൻകറിക്ക് കുറച്ചൊരു എരിവുള്ള മീൻകറിയാണേ. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇത് തിളച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് മീനിട്ട് കൊടുക്കാം. മീനെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ മീൻകറി, കോട്ടയം സ്റ്റൈൽ മീൻകറി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു 10 മിനിറ്റ് നല്ല ഫ്ലെയിമിൽ വേവിച്ചു. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് ഞാൻ സിമ്മിലിട്ട് വേവിച്ചു. അന്നേരം നല്ലപോലെ ആ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഭംഗിയായിരിക്കുമേ. പിന്നെ ഏറ്റവും അവസാനം ഞാനൊരു സ്വല്പം കറിവേപ്പില ഇട്ടു. അത് നമ്മുടെ വീട്ടിലുണ്ടായ കറിവേപ്പില, അത് നല്ല മണമൊക്കെ ഉള്ള ഒരു കറിവേപ്പില, അതാണ് ഏറ്റവും മേളിൽ കിടക്കുന്നത്. അപ്പോൾ അതും ഇട്ട് ഒരു നുള്ള് ഉലുവാപ്പൊടി, അതും കൂടെ ഒന്ന് സ്വല്പം, ഒരു നുള്ളേ ആകാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കയ്പ്പ് വരും. അതും കൂടെ ഒന്ന് ഇട്ടിട്ട് നമ്മൾ കറി അങ്ങ് അടച്ചു വെച്ചാൽ മതി. ഇത് കപ്പ വേവിച്ചതിൻ്റെ കൂടെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നല്ല സൂപ്പർ സാധനമാണ്. കപ്പ വേവിച്ചതിൻ്റെ കൂടെയും പുട്ട്, നല്ല കുത്തിരി ചോറ്, ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ഒരു കറിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. ഓക്കെ, താങ്ക് യു.